എന്താ തോമാച്ചന് കാശിന് എത്ര അത്യാവശ്യം? ഞാൻ ഔസേപ്പച്ചനോട് അന്നേ പറഞ്ഞതല്ലേ, മരിച്ചുപോയ എന്റെ സഹോദരിയെ പറ്റി. അവൾക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തവൻ എങ്ങനെയോ പോലീസിലായി, രണ്ടാമത്തവൻ ജോലി ഒന്നുമില്ലാതെ നടക്കുകയാണ്. അവൻ ഇപ്പൊ ദുബായിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിസയ്ക്ക് വേണ്ടി കുറച്ച് പൈസ കൊടുക്കണം. അത് ഞാൻ കൊടുക്കാമെന്ന് ഏറ്റുപോയി. എന്തിനാ തോമാച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കയറി ഏക്കാൻ പോണത്? സങ്കടമുള്ള വർത്തമാനം പറയരുത് ഔസേപ്പച്ച. എന്റെ വീടും പറമ്പും കുടുംബ സ്വത്താ. നിയമപ്രകാരം അർഹതയില്ലെങ്കിൽ പോലും അതിലൊരു വീതം എന്റെ പെങ്ങളുടെ മക്കൾക്ക് കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. ആ വിവരം ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട്. അതിനിപ്പോ ഞാൻ എന്തോന്ന് ചെയ്യണു തോമാച്ച? ഔസേപ്പച്ചന് അറിയാമല്ലോ എന്റെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ലെന്ന്. അതുകൊണ്ട് പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടുകയാണെങ്കിൽ കുറച്ച് ഭൂമി വിറ്റ് അവൻ ആവശ്യമുള്ള പണം എനിക്ക് കൊടുക്കാൻ സാധിക്കും. ഇത്ര പെട്ടെന്ന് വന്ന് ചോദിച്ചാ ഞാൻ എവിടുത്തെ എടുത്ത് തരാനാ? ലോൺ ക്ലോസ് ചെയ്യാതെ ബാങ്കുകാർ ആധാരം തരുവോ? തരൂല അല്ലേ? എങ്കിൽ എനിക്കൊരു 15,000 രൂപ കടമായിട്ടെങ്കിലും താ ഔസേപ്പച്ച. അല്ലല്ലേ, തോമാച്ചനത് എന്തോ കണ്ടിട്ടാ പറയുന്നേ? ഞാനിവിടെ കിടന്ന് 4 കാശിന് വിടുന്ന പാട് കർത്താവ് തമ്പുരാനും എനിക്കും മാത്രം അറിയാം. ഔസേപ്പച്ചൻ എന്നോട് പറഞ്ഞത് 1 മാസത്തെ അവധി മതി, ആധാരം എപ്പോ വേണമെങ്കിലും തിരിച്ചു തരാമെന്നല്ലേ? ആവശ്യമില്ലാത്തൊന്നും പറയരുത് തോമാച്ച, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഹലോ മിസ്റ്റർ ഔസേപ്പ് ഹിയർ. സാറ് വന്നോ? ഔസേപ്പച്ചനാണ്. എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അവിടുന്ന് ചോദിച്ചാൽ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ? അയ്യോ അല്ല, ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. 50ഓ 60ഓ ഞാൻ കൊണ്ടുവരാം. അത് വേണ്ട, ഞാൻ തന്നെ കൊണ്ടുവരാം. ഓക്കെ സർ.